കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്ത് സ്ഥാനാർത്ഥികളെ നേരത്തെ നിർണയിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുവാൻ പോകുന്നതും അത്തരത്തിൽ ധൃതിഗതിയിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ സ്ഥാനാർത്ഥികളെ ഏറ്റവും വേഗം നിർണയിക്കുവാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 ഇടത്തും വിജയിച്ച കോൺഗ്രസിന്, ഒരിടത്ത് മാത്രം സീറ്റ് നഷ്ടപ്പെട്ട കോൺഗ്രസിന്, സിറ്റിംഗ് എംപിമാരെ നിർത്താമെന്ന് തീരുമാനമെടുത്ത കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഇത്ര താമസമെടുക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ എന്നത് ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിക്കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാൻ ജോസഫ് വിഭാഗത്തിന് സാധിക്കുന്നില്ല. അതിനവർ പഴി പറയുന്നത് UDF-നെയാണ്. 3-ാം സീറ്റ് ചോദിച്ചുകൊണ്ട് ലീഗും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ കാലതാമസം എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഭാഗത്ത് നിന്ന് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഹൈക്കമാൻഡിൽ നിന്ന് ഉത്തരവ് വരാതെ തന്നെ കോൺഗ്രസിന്റെ എംപിമാർ ചുമരെഴുത്ത് അടക്കം തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിലും എറണാകുളത്ത് മെട്രോ സ്റ്റേഷനുകളിലെല്ലാം IBയുടെ ഫ്ലെക്സ് ബോർഡുകൾ നിരന്നു കഴിഞ്ഞു, ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂരിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷത്ത് അങ്ങനെയൊന്നുമല്ല. ചുവരെഴുത്തുകൾക്കൊക്കെ മുമ്പേ തന്നെ ഘടകകക്ഷികളുടേതടക്കം എല്ലാ സ്ഥാനാർത്ഥികളുടെയും സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തീരുമാനിക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം. ഈ മാസം 27-ാം തീയതി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആരൊക്കെ മത്സരിക്കും എന്നുള്ള തീരുമാനം 27-ാം തീയതി പുറത്ത് ഇറക്കും എന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം. 27-ാം തീയതി തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. നിലവിലത്തെ സാഹചര്യത്തിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഏകദേശം നിർണയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രധാനപ്പെട്ട 10 ലോക്സഭാ മണ്ഡലങ്ങൾ ആലപ്പുഴ, കാസർഗോഡ്, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, പത്തനംതിട്ട, കോഴിക്കോട്, ആറ്റിങ്ങൽ, പാലക്കാട്, ആലത്തൂർ എന്നിവിടങ്ങളിലാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ പോകുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ. ഇനി അതിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരെ പറ്റി പരിശോധിക്കാം. ആദ്യം ആലപ്പുഴ. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലം മാത്രം ലഭിച്ചു ഇടതുപക്ഷത്തിന്. അത് ആലപ്പുഴയാണ്. അവിടെ നേടിക്കൊടുത്തത് AM ആരിഫാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,45,981 വോട്ടുകളുമായി 40.95% വോട്ടുകൾ കരസ്ഥമാക്കി AM ആരിഫ് അവിടെ വിജയിച്ചു വന്നു. എന്നിരുന്നാലും 3.41% വോട്ടുകളുടെ കുറവ് AM ആരിഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. 10,474 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് AM ആരിഫിന് ആലപ്പുഴയിൽ നിന്നും ഉണ്ടായത്. ഇത്തവണയും ആരിഫിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത. ആദ്യ സമയങ്ങളിൽ G സുധാകരൻ അടക്കമുള്ള, തോമസ് ഐസക് അടക്കമുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. അവർ വരുവാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. താഴെത്തട്ടിലുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക് AM ആരിഫ് വരുന്നതിൽ വലിയ സംതൃപ്തി കുറവുണ്ട് എന്നൊക്കെ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന AM ആരിഫിന്റെ പേര് തന്നെയാണ്. കോൺഗ്രസ് സിറ്റിംഗ് എംപിമാരെ തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമെടുത്തപ്പോൾ ആലപ്പുഴയിലും AM ആരിഫ് എന്ന സിറ്റിംഗ് എംപിയെ തന്നെ മത്സരിപ്പിക്കുവാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഇനി കാസർഗോട്ടേക്ക് വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു വിജയിച്ചു വന്നത്. 4,74,961 വോട്ടായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കരസ്ഥമാക്കിയത്. അതായത് 43.50% വോട്ടുകളും നേടിയത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. 4.70 വോട്ട് ശതമാനമാണ് വർധനമുണ്ടായത് രാജ്മോഹൻ ഉണ്ണിത്താന് അല്ലെങ്കിൽ UDF-ന് കാസർഗോഡ് നിന്നുണ്ടായത്. KP സതീഷ് ചന്ദ്രൻ ആയിരുന്നു അവിടെ എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ രാജ്മോഹൻ ഉണ്ണിത്താന് 40,438 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കാലങ്ങൾ കുറേയായി അവിടെ അധികാരത്തിൽ വരുന്ന ഇടതുപക്ഷമാണ്. 1984 ശേഷം പിന്നീട് കാസർഗോഡ് അധികാരത്തിൽ വരുന്ന UDF നേതാവെന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അതുപോലെ തന്നെ അവിടെ 12 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന കാസർഗോഡ് 8 തവണ LDF-ഉം 4 തവണ മാത്രം UDF-ഉം വന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ, സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് TV രാജേഷും VPP മുസ്തഫയുമാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കല്യാശ്ശേരി MLA ആയിരുന്നു TV രാജേഷ്. അതുപോലെ തന്നെ MP രാജേഷിന്റെ PA ആയ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന VPP മുസ്തഫ അദ്ദേഹത്തെ പിന്നെ തിരികെ വിളിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ TV രാജേഷിനെ പോലെ തന്നെ സാധ്യതകൾ ഏറെയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയാണ് MP രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന VPP മുസ്തഫയും. പിന്നീട് അടുത്ത ലോക്സഭാ മണ്ഡലം ഇടുക്കിയാണ്. അവിടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി അധികാരത്തിൽ വന്നത് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു. ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
4,98,493 വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ട് 54.21% വോട്ടുകളുടെ ശതമാനം നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നിരുന്നു. അന്ന് ജോയ്സ് ജോർജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. അന്ന് 3,27,440 വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത്. അതായത് 35.6% വോട്ടുകൾ മാത്രം അദ്ദേഹം നേടി. ആ സ്ഥാനത്താണ് ഡീൻ കുര്യാക്കോസ് 54.21% വോട്ടുകൾ നേടിയത്. അതായത് 1,71,053 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നത്. അവിടെ 12 തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 തവണ UDF-ഉം 4 തവണ LDF-ഉം. കാസർഗോഡിന്റെ മറ്റൊരു മുഖം, കാസർഗോഡ് 4 തവണ UDF-ഉം 8 തവണ LDF-ഉം ആണെങ്കിൽ ഇവിടെ 8 തവണ UDF-ഉം 4 തവണ LDF-ഉമാണ്. ഇനി അവിടെ വീണ്ടും ജോയ്സ് ജോർജിനെ തന്നെ കളത്തിറക്കിക്കൊണ്ട് ഡീൻ കുര്യാക്കോസിനെ നിലംപരിശാക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ജോയ്സ് ജോർജിന് തന്നെയാണ് അവിടെ സാധ്യതകൾ ഏറെ. ജോയ്സ് ജോർജ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിനെ മലർത്തിയടിക്കുമോ എന്ന് കണ്ടറിയേണ്ട ചർച്ചാ വിഷയമായി ഇപ്പോഴും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മുഴങ്ങി കേൾക്കുന്ന മറ്റൊരു വിഷയമാണ് ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നാൽ ഡീൻ കുര്യാക്കോസിനെ മലർത്തിയടിക്കുവാനുള്ള ശക്തിയോടുകൂടി ആയിരിക്കുമോ വരുന്നത്, തന്ത്രങ്ങളോടുകൂടി ആയിരിക്കുമോ വരുന്നത് എന്ന ചർച്ചകൾ ഇപ്പോഴും ഇടതുപാളയങ്ങളിൽ സജീവമാണ്. ഇനി എറണാകുളത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് അത്ര പ്രതീക്ഷയൊന്നുമില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ പൊതുസ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെയോ MLA-മാരെയോ ആരെയും അവിടെ പരിഗണിക്കുന്നില്ല. പകരം ഈഡന്റെ മകനായ ഹൈബീഡനെതിരായി അവിടെ മത്സരിപ്പിക്കുവാൻ പോകുന്നത് ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന തീരുമാനത്തിലേക്കാണ് ഇടതുപക്ഷം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബീഡൻ 4,91,203 വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ട് 50.79% നേടിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 9.21% വോട്ടുകൾ കൂടുതൽ നേടിയിരുന്നു ഹൈബീഡൻ. അവിടെ എതിർകക്ഷിയായി മത്സരിച്ചത് P. രാജീവായിരുന്നു. അദ്ദേഹം 3,22,210 വോട്ടുകൾ കരസ്ഥമാക്കിയിരുന്നു. 33.30 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്. അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു ഹൈബീഡൻ വിജയിച്ചത്. ഹൈബീഡൻ 1 ലക്ഷത്തിൽ പരം, അതായത് 1,69,053 വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു ഹൈബീഡൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു കോർ, കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം, കോൺഗ്രസിന്റെ ഒരു കോട്ട അത് എറണാകുളം തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു ലോബി വളരുന്ന സ്ഥലമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാനുള്ള കരുത്തൊന്നും എറണാകുളത്ത് ഇടതുപക്ഷത്തിനില്ല എന്ന ഇടതുപക്ഷ നേതാക്കന്മാരുടെ ബോധ്യം തന്നെയാകണം അവിടെ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത്. CPIM-ന്റെ സ്ഥാനാർത്ഥി എറണാകുളത്ത് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവിടെ മത്സരിക്കുവാൻ പോകുന്നത് മുതിർന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ആരും തന്നെയല്ല, MLA-മാരല്ല, ചെറുപ്പക്കാരല്ല, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രബലമായ ശക്തി കേന്ദ്രങ്ങളായ നേതാക്കന്മാർ ആരും തന്നെയല്ല. അടുത്തത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. KPCC-യുടെ അധ്യക്ഷൻ K. സുധാകരൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും 20-ൽ 20 നേടണമെന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിന് ആക്കം കൂട്ടുവാൻ താൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള ഒരു എതിരാളിയെ തന്നെ നിർണ്ണയിക്കുവാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ജില്ലയാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രബല ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ഇത്തവണ K. സുധാകരനെ മലർത്തിയടിച്ചുകൊണ്ട് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുവാൻ സാധ്യത ഏറെ മറ്റേ ആരുമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കി മാറ്റിയ KK ശൈലജ ടീച്ചറാണ് അവിടെ ഇത്തവണ K. സുധാകരനെതിരായി മത്സരിക്കുവാൻ സാധ്യതകൾ ഏറെയുള്ള വനിതാ നേതാവ്, സാധ്യതകൾ ഏറെയുള്ള ഇടതുപക്ഷ നേതാവ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,29,741 വോട്ടുകളായിരുന്നു K. സുധാകരൻ നേടിയത്. അതായത് 50.74% വോട്ടുകളും നേടിയത് K. സുധാകരനാണ്. അതേസമയം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരനെ മലർത്തിയടിച്ച PK ശ്രീമതി തന്നെയായിരുന്നു 2019 K. സുധാകരനെതിരായി മത്സരിച്ചത്. അന്ന് PK ശ്രീമതി 2019 നേടിയത് 4,35,182 വോട്ടുകളായിരുന്നു. 12 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നെടുത്ത 8 തവണ UDF-ഉം 4 തവണ LDF-ഉമാണ് വിജയിച്ചത്. അതായത് ഒരുപക്ഷെ കണ്ണൂർ ജില്ല ഒരു ഇടത് കോട്ടയാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ കൂടുതൽ സമയവും കണ്ണൂരിലെ ലോക്സഭാ മണ്ഡലം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരെയായിരുന്നു. ഇത്തവണ K. സുധാകരനെ മലർത്തിയടിക്കുവാൻ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ, ദേശീയ തലത്തിൽ അറിയിച്ച KK ശൈലജ ടീച്ചറിനെ ഒരുപക്ഷെ പിണറായി വിജയൻ അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ
കെൽപ്പുണ്ട് എന്ന് ഇടതുപക്ഷം വരെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കെ ശൈലജ ടീച്ചറിനെ തന്നെയാണ് ഇത്തവണ കണ്ണൂരിലേക്ക് മത്സരിപ്പിക്കുവാൻ, കെ സുധാകരനെതിരായി മത്സരിപ്പിക്കുവാൻ സാധ്യതകൾ ഏറെയുള്ള നേതാവ്. പക്ഷേ കെ ശൈലജ ടീച്ചറിനെ കേരളത്തിന് ആവശ്യമാണെന്ന് ആവശ്യമുന്നയിക്കുന്ന ഇടത് നേതാക്കന്മാരും സഹപ്രവർത്തകരും അധികമാണ്. എന്നിരുന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരനെ മലർത്തിയടിക്കുവാൻ ഇടതുപക്ഷം മുൻപോട്ട് വെക്കുന്ന പേര് കെ ശൈലജ ടീച്ചറിൻ്റെ തന്നെയാണ്. അടുത്തത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. മണ്ഡല രൂപീകരണത്തിന് ശേഷം നാളിതുവരെ മറ്റൊരു പാർട്ടിയെയും അംഗീകരിക്കാത്ത പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും മത്സരിക്കുവാൻ സാധ്യതകൾ ഏറെ ആന്റോ ആന്റണിക്ക് തന്നെയാണ്. പക്ഷെ ഇത്തവണ ആന്റോ ആന്റണി വിയർക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ചേരിയിലേക്ക് പോയി കഴിഞ്ഞു. കോൺഗ്രസിന്റെ ശക്തി ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും സമ്മതിക്കുന്ന ഒരിടം, BJPക്ക് അത്രമേൽ കരുത്തുള്ള ഒരിടം, PC ജോർജോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ മത്സരിക്കുവാൻ സാധ്യതകൾ ഏറെയുള്ള ഒരിടം, ആ ഇടത്ത് ആന്റോ ആന്റണിക്ക് ഇത്തവണ നിഷ്പ്രയാസം വിജയിച്ചു വരുവാൻ സാധിക്കില്ല. അതിന് സാധ്യതകൾ കുറവാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,80,927 വോട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു. അവിടെ 37.11% വോട്ടുകളും ആന്റോ ആന്റണി സ്വന്തമാക്കിയിരുന്നു. 4.08% വോട്ടുകൾ കുറവാണ് ആന്റോ ആന്റണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നേടിയത്. അവിടെ വീണ ജോർജും 3,36,684 വോട്ടുകൾ കരസ്ഥമാക്കിയെങ്കിലും 32.80% വോട്ടുകളും നേടിയിരുന്നുവെങ്കിലും 2% വോട്ടുകൾ കുറവാണ് വീണ ജോർജിന് ലഭിച്ചത്. അവിടെ വളർന്നു വരുന്നത് BJP ആണ്. BJPയുടെ നേതാക്കന്മാർക്ക് പറ്റിയ വളക്കൂറുള്ള മണ്ണായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മാറുന്നു. ശബരിമല വിഷയം അടക്കമുള്ളത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ BJPക്ക് വലിയ അനുകൂല സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും അവിടെ മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത് ആന്റോ ആന്റണി ആയിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയായിരിക്കും ഇടതുപക്ഷം അവിടെ മത്സരിപ്പിക്കുക. 27-ാം തീയതി വരാൻ പോകുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുവാൻ സാധ്യത ഏറെയുള്ളത് ഡോക്ടർ തോമസ് ഐസക്കിനാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ഡോക്ടർ തോമസ് ഐസക് ആയിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുക. പിന്നീട് അവിടെ ഉയർന്നു വരുന്ന ഒരു പേര് രാജു എബ്രഹാമാണ്. രാജു എബ്രഹാം 1996-ലും 2001-ലും 2006-ലും 2011-ലും 2016-ലും പത്തനംതിട്ട റാന്നി നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെയുള്ള സാധ്യതകളും ഏറെയാണ്. അടുത്തത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. MK രാഘവൻ എന്ന രാഷ്ട്രീയ നേതാവിന് അത്രമേൽ വേരുള്ള ഒരു ലോക്സഭാ മണ്ഡലം. കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുള്ള ഒരു ലോക്സഭാ മണ്ഡലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്ന ഒരു ഇടമാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഇടമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. ലോക്സഭാ മണ്ഡലമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് MK രാഘവൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് 4,93,444 വോട്ടുകളായിരുന്നു. അതായത് 45.97% വോട്ടുകളും നേടിയിരുന്നു. 3.82% വോട്ട് വർധനമുണ്ടാക്കി. അവിടെ എതിർകക്ഷിയായി മത്സരിച്ചത് പ്രദീപ് കുമാറാണ്. അദ്ദേഹം 4,08,219 വോട്ടുകൾ നേടി. 37.92% വോട്ടുകൾ നേടി. അവിടെ 85,225 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു MK രാഘവൻ ഉണ്ടായിരുന്നത്. 12 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 9 തവണയും UDFന്റെ കൂടെയും 3 തവണ മാത്രം LDFന്റെ കൂടെയും നിന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് ഇളമരം കരീമാണ്. ഇളമരം കരീം മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു, രാജ്യസഭ അംഗമായിരുന്നു. അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ അവിടെ വരുവാൻ സാധ്യതയുള്ളത് V വസീഫാണ്. V വസീഫ് DYFIയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ പേരുള്ള ഇടമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തവണ കോഴിക്കോട് MK രാഘവനെതിരായി മത്സരിക്കുവാൻ പോകുന്നത് ഇളമരം കരീമോ V വസീഫോ ആയിരിക്കും. അടുത്തത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അടൂരിൽ നിന്ന് വന്ന അടൂർ പ്രകാശാണ് ആറ്റിങ്ങലിൽ വന്ന് മത്സരിച്ച് ഇടതുപക്ഷത്തിന്റെ കോട്ട പിടിച്ചെടുത്ത് അനിരുദ്ധൻ സമ്പത്ത് എന്ന സമ്പത്തിനെ മലർത്തിയടിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു വന്നത്. അദ്ദേഹം ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുവാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അടൂർ പ്രകാശ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് 3,80,995 വോട്ടുകളായിരുന്നു. അതായത് 38.34% വോട്ടുകൾ അടൂർ പ്രകാശ് കരസ്ഥമാക്കി. 0.75% വോട്ടുകളുടെ മാത്രം വർധനമുണ്ടാക്കിയിരുന്നു. പക്ഷേ സമ്പത്ത് അവിടെ 3,42,748 വോട്ടുകൾ കരസ്ഥമാക്കി. 34.50% വോട്ടുകൾ മാത്രം നേടി. അവിടെ 11.18% വോട്ടിന്റെ കുറവാണ് സമ്പത്തിനുണ്ടായത്. 38,247 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അടൂർ പ്രകാശിനെതിരായി മത്സരിപ്പിക്കുവാൻ പോകുന്നത്. പിന്നീട് പാലക്കാട്. കോൺഗ്രസിന് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലാത്ത
പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. വി കെ ശ്രീകണ്ഠനാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്നത്. 3,99,274 വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കി. 39.17% വോട്ടുകൾ നേടി. MP രാജേഷ് എന്ന കരുത്തനായ ഇടതുപക്ഷത്തിന്റെ നേതാവിനെ മലർത്തിയടിച്ചുകൊണ്ട് അദ്ദേഹം ആകെ നേടിയത് 3,87,637 വോട്ടുകളായിരുന്നു. 38.03% വോട്ടുകൾ മാത്രം. 7.33% വോട്ടുകളുടെ കുറവുണ്ടായി. 11,637 വോട്ടുകളുടെ ലീഡായിരുന്നു MK ശ്രീകണ്ഠൻ അവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നേടിയത്. പക്ഷേ ഇത്തവണ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ വിയർക്കും. കാരണം അവിടെ മത്സരിക്കുവാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥി എം സ്വരാജാണ്. എം സ്വരാജിനെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇടതുകോട്ട തിരിച്ചുപിടിക്കുവാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, ഇടതുപക്ഷ സഹയാത്രികർ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത് എം സ്വരാജിനെയാണ്. അടുത്തത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ആയിരുന്നു വിജയിച്ചു വന്നത്. തന്റെ കന്നി അംഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കന്നി അംഗത്തിൽ 5,33,815 വോട്ടുകൾ നേടി രമ്യ ഹരിദാസ് അവിടെ PK ബിജു നേടിയത് 3,74,848 വോട്ടുകളായിരുന്നു. അതായത് 52.4% വോട്ടുകൾ അവിടെ നേടി. 12.07% വോട്ടുകൾ കുറഞ്ഞു ഇടതുപക്ഷത്തിന്. അവിടെ ഇത്തവണ മത്സരിക്കുവാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുവാൻ സാധ്യതകൾ ഏറെയുള്ള മുൻപന്തിയിലുള്ളത് AK ബാലനും K രാധാകൃഷ്ണനുമാണ് ഇത്തവണ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോകുന്നത്. എന്തായാലും ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ നേതാക്കന്മാരെ തന്നെ മത്സരിപ്പിക്കുവാനാണ് ഇടതുപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് 20-20 നേടുമെന്ന് പറയുമ്പോൾ 20-20 നേടുവാൻ തങ്ങൾ സജ്ജരായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് 27-ാം തീയതിയാണ് എന്ന തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തവണ അത്ര എളുപ്പത്തിലൊന്നും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തുവാൻ 20-20 നേടുമെന്നതൊക്കെ വ്യാമോഹമാണെന്ന് അടിയറവിട്ട് പറയുകയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 20-ൽ ഭൂരിഭാഗം ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ച് കഴിഞ്ഞു LDF. അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചാഴിക്കാടിനടക്കമുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പിന്നോട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. സാധ്യതാ പട്ടിക പുറത്തുവിട്ട് കഴിഞ്ഞു. ശക്തരായ നേതാക്കന്മാരെന്ന താക്കീതും നൽകിക്കഴിഞ്ഞു. ഇനി 27-നറിയാം ആരെയൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കും, ആർക്കെതിരെ ആരൊക്കെ മുറവിളി കൂട്ടും. ശക്തമായ തെരഞ്ഞെടുപ്പ് കാലത്തിന് കാതോർക്കുന്നു, കാത്തിരിക്കുന്നു ഈ കേരളം.